വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് മാപ്സ് ആർ യൂസ്ഡ്? നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് മാപ്പ് അല്ലെങ്കിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഒന്നാമത്തത് ടു ലൊക്കേറ്റ് പ്ലേസ്, ഒരു പ്ലേസിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2, ടു ഫൈൻഡ് ദ റൂട്ട് ടു എ ഡെസ്റ്റിനേഷൻ സയൻറ്റിഫിക്കലി, സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള ഭൂമിശാസ്ത്രപരമായ ഫീച്ചേഴ്സൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്. ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് റിസോഴ്സസ്, വിഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബ് ആൻഡ് എ മാപ്പ്? ഒരു ഗ്ലോബും ഒരു മാപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ ഒന്നാമത്തത് ഗ്ലോബ്. നമുക്ക് ഗ്ലോബിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഷേപ്പ്, ഒന്നാമത്തെ അതിൻ്റെ ഷേപ്പാണ്. ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ ഒരു ഗോളാകൃതിയിലുള്ള റെപ്രസെൻറ്റേഷൻ അല്ലേ, സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്. ഇനി ലാറ്റിറ്റ്യൂഡ്സും ലോങ്ജിറ്റ്യൂഡ്സും നോക്കുകയാണെങ്കിൽ ലോങ്ജിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇലസ്ട്രേറ്റഡ് ആ സെമി സർക്കിൾസ്. ലോങ്ജിറ്റ്യൂഡൽ ലൈൻസ് അല്ലെങ്കിൽ രേഖാംശ രേഖകൾ നമ്മൾ മാപ്പിൽ വരയ്ക്കുന്നത് സെമി സർക്കിൾസ് ആയിട്ടാണ്. ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് ഇലസ്ട്രേറ്റ് ചെയ്യുന്നത് എന്തായിട്ട്? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടും ലോങ്ജിറ്റ്യൂഡ് ആണെങ്കിൽ സെമി സർക്കിൾസ് ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. അടുത്തതിൻ്റെ മൂന്നാമത്തത് യൂസ്. ഗീവ് എ കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദി എർത്ത് ആസ് ഇറ്റ് ഈസ് ഇലസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. ഗീവ്സ് കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ ഒരു വിഷ്വൽ സെൻസ്, എർത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിൻ്റെ ഒരു വിഷ്വൽ സെൻസ് നമുക്ക് നൽകുന്നു. എന്തുകൊണ്ട്? ആസ് ഇറ്റ് ഈസ് ഇലസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി, ഇത് എർത്തിനെ പൂർണ്ണമായിട്ടും ഇലസ്ട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് എർത്ത് എങ്ങനെയാണോ കാണുന്നത് ആ ഒരു വിഷ്വൽ സെൻസ് നമുക്ക് ലഭ്യമാകുന്നു ഗ്ലോബിൽ കാണുന്നതിലൂടെ. ഇനി അടുത്തത് മാപ്പിൻ്റെ പ്രത്യേകതകളാണ്. മാപ്പിൻ്റെ ഷേപ്പ് എന്താണ്? 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ ഒരു 2D ഇമേജാണ് നമുക്ക് മാപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ലാറ്റിറ്റ്യൂഡും ലോങ്ജിറ്റ്യൂഡും എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ജിറ്റ്യൂഡ്സും മാപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആ സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് ലാറ്റിറ്റ്യൂഡും ലോങ്ജിറ്റ്യൂഡും മാപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ യൂസ്, വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ്, ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്കൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് റൂട്ട് പ്ലാൻ ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഏത്? മാപ്പ്. ഗ്ലോബ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാപ്പ് വെച്ചിട്ടാണ് നമുക്കൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് റൂട്ടൊക്കെ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും ഒക്കെ മാപ്പാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അടുത്ത സം മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് മാപ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാപ്സ്. അതായത് ഗ്ലോബിൻ്റെയും മാപ്പിൻ്റെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ ബുള്ളറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗ്ലോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും മാപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നും ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഒന്നാമത്തെ നോക്കിയോളൂ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്ലോബ്. ഈ തന്നിട്ടുള്ളതിൽ ഗ്ലോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് എ റിയൽ മോഡൽ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ ഭൂമിയുടെ ഒരു യഥാർത്ഥ മോഡൽ. സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ സ്ഫെറിക്കൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, ഗോളാകൃതിയിലുള്ള റെപ്രസെൻറ്റേഷൻ. ദെൻ ഗീവ്സ് എ കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് ദി എർത്ത് ആസ് ഇറ്റ് ഈസ് ഇലസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. ഭൂമിയെ പൂർണ്ണമായിട്ടും ഇതിൽ ഇലസ്ട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട്, ചിത്രീകരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള ഒരു വിഷ്വൽ സെൻസ് കിട്ടുന്നു. ഭൂമി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിഷ്വൽ സെൻസ് കിട്ടുന്നു. അടുത്തത് ലോങ്ജിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇലസ്ട്രേറ്റഡ് ആസ് സെമി സർക്കിൾസ് ആൻഡ് ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് ആർ ഇലസ്ട്രേറ്റഡ് ആസ് കോൺസെൻട്രിക് സർക്കിൾസ്. ലോങ്ജിറ്റ്യൂഡൽ ലൈൻസ് സെമി സർക്കിൾസ് ആയിട്ടും ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് ആണെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഗ്ലോബിൽ. ഇനി അടുത്തത് ഇത് ഒരു അഡീഷണൽ പോയിന്റ് ആണ്, അഡീഷണൽ ആയിട്ടൊരു ഗ്ലോബിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ്. നോട്ട് യൂസ്ഫുൾ ഫോർ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഗ്ലോബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഭൂമിയുടെ മൊത്തത്തിലുള്ള ഒരു വിവരം ആണ് നമുക്ക് ഗ്ലോബിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഗ്ലോബിൽ നിന്ന് ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ് 5ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് മാപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്താണ്? 2 ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ ഒരു 2D ഇമേജ്. അടുത്ത റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. ഭൂമിയെ മൊത്തത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷനോ നമുക്കൊരു പ്ലെയിൻ സർഫസിൽ ഇലസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ പ്രദേശത്തെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാട്, അങ്ങനെ ഏതെങ്കിലും കേട്ടോ. അടുത്ത പോയിന്റ്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ്സ് ആർ ഇലസ്ട്രേറ്റഡ് ആസ് സ്ട്രേറ്റ് ലൈൻസ്. ലാറ്റിറ്റ്യൂഡ്സും ലോങ്ജിറ്റ്യൂഡ്സും എന്തായിട്ടാണ് ഇലസ്ട്രേറ്റ് ചെയ്യുന്നത്? സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് ഇലസ്ട്രേറ്റ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആൻഡ് ഫോർ പ്ലാനിങ് ദ റൂട്ട്
ഫോർ എ ട്രിപ്പ്. ഒരു പർട്ടിക്കുലർ പ്ലേസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്ലേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ് ഏത് മാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്ലോബിൽ അത് യൂസ്ഫുൾ അല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. പിന്നെന്താണ്, ആൻഡ് ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ എ ട്രിപ്പ്. ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് റൂട്ട് പ്ലാൻ ചെയ്യാനും മാപ്പ് വളരെ യൂസ്ഫുൾ ആണ്. അടുത്ത ഒരു പോയിന്റ് അഡീഷണൽ പോയിന്റ് ആണ്, അഡീഷണലായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ്. എന്താണ്, ഹെൽപ്ഫുൾ ടു ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ഓഫ് എ സ്പെസിഫിക് ഏരിയ. ഒരു സ്പെസിഫിക് ഏരിയയുടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് വാട്ട് ആർ മാപ്സ്. മാപ്സ് ആർ മെയ്ഡ് ബൈ റെപ്രസെൻറ്റിംഗ് ദ ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. മുഴുവൻ എർത്തിനെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷനെയും ഒരു പ്ലെയിൻ സർഫസിൽ ഡെപിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മാപ്സ് എന്ന് പറയുന്നത്. സച്ച് പ്ലെയിൻ സർഫസസ് ഓൺ വിച്ച് ദ എർത്ത് ഈസ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഡെപിക്റ്റഡ് ആർ കാൾഡ് മാപ്പ്. അതെ, അങ്ങനെയുള്ള പ്ലെയിൻ സർഫസിൽ എർത്തിനെ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ ഡെപിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാപ്പ്. മാപ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ 2 ഫാക്ടേഴ്സ് ഗിവൺ ബിലോ. 2 ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് മാപ്പിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ദ ഫംഗ്ഷൻ ഓഫ് ദി മാപ്പ്. മാപ്പിൻ്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട്. 2 ദ സ്കെയിൽ ഓൺ വിച്ച് മാപ്സ് ആർ മെയ്ഡ്. ഏത് സ്കെയിലാണോ ഈ മാപ്പ് നിർമ്മിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാപ്പിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആൻഡ് ദ ഇൻഫർമേഷൻ ദേ കണ്ടെയ്ൻ. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മാപ്സും ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആ മാപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നതും നമുക്ക് നോക്കാം. ഒന്നാമത്തത് പൊളിറ്റിക്കൽ മാപ്പ്. ദ മാപ്സ് ദാറ്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്സ്, ക്യാപിറ്റൽസ്, യൂണിയൻ ടെറിട്ടറീസ്, ബൗണ്ടറീസ് എക്സെട്ര. അതായത് ഒരു മാപ്പിൽ നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ക്യാപിറ്റൽസ്, പിന്നെ യൂണിയൻ ടെറിട്ടറീസ്, അതിൻ്റെയൊക്കെ ബൗണ്ടറീസ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള മാപ്പിനെയാണ് നമ്മൾ പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭൂപടം. രണ്ടാമത്തത് ഫിസിയോഗ്രാഫിക് മാപ്പ്. ഫിസിയോഗ്രാഫിക് മാപ്സ് ഇൻക്ലൂഡ് ലാൻഡ് സർഫസ് ഫീച്ചേഴ്സ് സച്ച് ആസ് മൗണ്ടെയ്ൻസ്, റിവേഴ്സ്, പ്ലെയിൻസ്, പ്ലേറ്റൂസ്, ഡെസേർട്സ്, ഓഷ്യൻസ് എക്സെട്ര. അതായത് നമ്മുടെ ഫിസിയോഗ്രാഫിക് മാപ്പിൽ എന്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്, ലാൻഡ് സർഫസ് ഫീച്ചേഴ്സ്. ലാൻഡിൻ്റെ സർഫസ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലാൻഡ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഭൂപ്രകൃതിയിലുള്ള സർഫസിലുള്ള ഫീച്ചേഴ്സ് അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ലാൻഡിൻ്റെ സർഫസ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, മൗണ്ടെയ്ൻസ് അല്ലേ, കുന്നുകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ, റിവേഴ്സ് നദികൾ, പ്ലെയിൻസ് സമതലങ്ങൾ, പ്ലാറ്റൂസ് നമ്മുടെ പീഠഭൂമികൾ, ഡെസേർട്സ് മരുഭൂമികൾ, ഓഷ്യൻസ് സമുദ്രം. ഇതൊക്കെ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിയോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ട്രാൻസ്പോർട്ടേഷൻ മാപ്പ് അല്ലേ, ഗതാഗത ഭൂപടം. മാപ്സ് ഇൻക്ലൂഡിംഗ് മേജർ റോഡ്സ്, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ, റെയിൽവേസ്, വാട്ടർവേസ് എക്സെട്ര. അതായത് പ്രധാനപ്പെട്ട റോഡുകൾ, പിന്നെ നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, അതുപോലെ റെയിൽവേ, വാട്ടർവേ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. അതായത് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പ്. ഇനി സോയിൽ മാപ്പ് എന്തായിരിക്കും, ദ മാപ്പ് ഷോയിങ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ കമ്പോസിഷൻ, ഫെർട്ടിലിറ്റി എക്സെട്ര ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. പല റീജിയൻസിൽ ഉള്ള സോയിൽ കമ്പോസിഷൻ എങ്ങനെയാണ്, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി എങ്ങനെയാണ്, ടൈപ്സ് ഓഫ് സോയിൽസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയ മാപ്പാണ് എന്ത് പറയുന്നത്, സോയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഇനി റിസോഴ്സ് മാപ്പ് അല്ലേ, വിഭവ മാപ്പ്, വിഭവ ഭൂപടം എന്താണ്, മാപ്സ് ദാറ്റ് ഇൻക്ലൂഡ് നാച്ചുറൽ റിസോഴ്സസ്, അഗ്രികൾച്ചറൽ റിസോഴ്സസ്, ലാൻഡ് യൂസ്, എക്കണോമിക് ഇൻഫർമേഷൻ എക്സെട്ര. ഒരു മാപ്പിൽ നാച്ചുറൽ റിസോഴ്സസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ റിസോഴ്സസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ എത്രത്തോളം ലാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ എക്കണോമിക് ഇൻഫർമേഷൻ സാമ്പത്തിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പിനെയാണ് നമ്മൾ റിസോഴ്സ് മാപ്പ് എന്ന് പറയുന്നത്. ഇതാണ് റിസോഴ്സ് മാപ്പ്. ഇനി ക്ലൈമറ്റ് മാപ്പ് എന്തായിരിക്കും ക്ലൈമറ്റ് മാപ്പിൽ, മാപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ്, ടെമ്പറേച്ചർ ലെവൽ, അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ് എക്സെട്ര. അതായത് ഒരു മാപ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻസ്, കാലാവസ്ഥാ റീജിയൻസ്, പിന്നെ ടെമ്പറേച്ചർ ലെവൽ, അവിടെയുള്ള ടെമ്പറേച്ചർ ലെവൽ എങ്ങനെയാണ്, പിന്നെ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ, അവിടെയുള്ള അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള മാപ്പിനെയാണ് നമ്മൾ ക്ലൈമറ്റ് മാപ്പ്. അതായത് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള മാപ്പാണ് ക്ലൈമറ്റ് മാപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒറ്റവാക്കി പറയാം. അപ്പോൾ ഇത്രയാണ് പല തരത്തിലുള്ള മാപ്സ് എന്ന് പറയുന്നത്. Maps can generally be classified into 2 based on their function. ഫംഗ്ഷൻ അനുസരിച്ച് മാപ്പിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണവ? ഒന്നാമത്തത് ഫിസിക്കൽ മാപ്പും രണ്ടാമത്തത് കൾച്ചറൽ മാപ്പും. എന്താണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ, ദ മാപ്സ് ദാറ്റ് ഡെപിക്ട് നാച്ചുറൽ ഫീച്ചേഴ്സ് ഓഫ് എ റീജിയൻ. ഒരു റീജിയൻ്റെ നാച്ചുറൽ ഫീച്ചേഴ്സിനെ ഡെപിക്ട് ചെയ്യുന്ന മാപ്പിനെയാണ് നമ്മൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഈ നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, സച്ച് ആസ് ടോപ്പോഗ്രഫി,
ഭൂപ്രകൃതി, പിന്നെ സോയിൽ അവിടുത്തെ പിന്നെ മണ്ണിനം എന്താണ്, മണ്ണിനെ കുറിച്ച്, പിന്നെ റിവേഴ്സ് നദികളെക്കുറിച്ച്, അവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച്, അവിടുത്തെ വെജിറ്റേഷൻ സസ്യവർഗ്ഗങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ ഡെപിക്റ്റ് ചെയ്യുന്ന മാപ്പിനെയാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അടുത്തത് കൾച്ചറൽ മാപ്പ്. ദ മാപ്സ് ദാറ്റ് ഡെപിക്ട് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ഓർ കൾച്ചറൽ ഫീച്ചേഴ്സ്. മാൻ മെയ്ഡ് ഫീച്ചേഴ്സിനെ ഡെപിക്റ്റ് ചെയ്യുന്ന ചിത്രീകരിക്കുന്ന മാപ്പിനെയാണ് നമ്മൾ കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൾച്ചറൽ ഫീച്ചേഴ്സിനെയൊക്കെ ഡെപിക്റ്റ് ചെയ്യുന്ന മാപ്പാണ് കൾച്ചറൽ മാപ്പ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പൊളിറ്റിക്കൽ ഡിവിഷൻസ് സച്ച് ആസ് കൺട്രീസ്, സ്റ്റേറ്റ്സ് ആൻഡ് ഡിസ്ട്രിക്ട്സ്. ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ ഡിവിഷൻസ്, അതായത് ഈ സംസ്ഥാനങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തികളൊക്കെ ഉണ്ടാക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള, അത് മാൻമെയ്ഡ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഡിവിഷൻസ് സച്ച് ആസ് കൺട്രീസ്, സ്റ്റേറ്റ്സ് ആൻഡ് ഡിസ്ട്രിക്റ്റിലെയും കൺട്രിയിലെയും സ്റ്റേറ്റിലേക്ക് പൊളിറ്റിക്കൽ ഡിവിഷൻസ് എന്തിന് എക്സാമ്പിളാണ്? പൊളിറ്റിക്കൽ ഡിവിഷൻ മാപ്പ് എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിളാണ്? കൾച്ചറൽ മാപ്പിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ റോഡ്, റെയിൽവേ, പോർട്സ്, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇതിനെയൊക്കെ ഡെപിക്റ്റ് ചെയ്യുന്ന മാപ്പും കൾച്ചറൽ മാപ്പിന് എക്സാമ്പിളാണ്. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോളോയിങ് മാപ്സ് ആസ് ഫിസിക്കൽ മാപ്പ് ആൻഡ് കൾച്ചറൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് എന്നും കൾച്ചറൽ മാപ്പ് എന്നും താഴെ പറയുന്ന ഓരോ മാപ്പിനെ എന്താണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ മാപ്പ് അറിയാലോ, എന്താണ് നാച്ചുറൽ ഫീച്ചേഴ്സ്. ഇനി കൾച്ചറൽ മാപ്പ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്കിനി ഇവിടെ കുറേ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അവയെ ഫിസിക്കൽ മാപ്പ് എന്നും കൾച്ചറൽ മാപ്പ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതാം. ഒന്നാമത്തത് ഫിസിക്കൽ മാപ്പ്. ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ? ഫിസിയോഗ്രഫിക് മാപ്പ്, സോയിൽ മാപ്പ്, ക്ലൈമറ്റ് മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, റിവർ മാപ്പ്. ഇതെല്ലാം ഫിസിക്കൽ മാപ്പിന് എക്സാമ്പിളാണ്. ഇനി കൾച്ചറൽ മാപ്പിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ മാപ്പ്, പോപ്പുലേഷൻ മാപ്പ്, എക്കണോമിക് മാപ്പ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. ഇതെല്ലാം കൾച്ചറൽ മാപ്പിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളെ ഇതിൻ്റെ ബാക്കി, അതായത് ഈ യൂണിറ്റിൻ്റെ ബാക്കി നോട്ട്സ് അപ്ലോഡ് ചെയ്യാം കേട്ടോ.